ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എത്ര മനോഹരമായ ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നല്ലവനായ ഒരു ദൈവം കഷ്ടദിവസത്തിൽ നമുക്ക് ശരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ഉത്തമമായ ഒരു ഇടമാകുന്നു എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയായി തീർന്നാൽ അവൻ നമ്മെ കരുതുകയും അവൻ നമ്മെ നിലനിർത്തുകയും ചെയ്യുന്നവരാകുന്നു എന്നുള്ളൊരു അറിവ് ഈ പകൽക്കാലം വീണ്ടും നമുക്കുണ്ടാകണമെന്ന് ഈ വചനം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആകയാൽ യഹോവ നല്ലവനാകുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവിലൂടെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം, കഷ്ടദിവസത്തിൽ അവൻ കൈവിടാത്തവനും അഭയം പ്രാപിപ്പാൻ തക്കവണ്ണം ഉത്തമമായ ഒരിടവുമാകുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴാണ് കർത്താവിനോടുള്ള സ്നേഹം നമ്മിൽ വർദ്ധിപ്പാനിടയായി തീരുന്നത്. പലപ്പോഴും ഈ ലോകം നമുക്ക് തകർച്ചയും നിരാശയും, ഈ ലോകം നമുക്ക് പലപ്പോഴും ഭാരങ്ങളും കഷ്ടങ്ങളും സമ്മാനിക്കുമ്പോൾ ക്രിസ്തുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതലിന് അവൻ അനുഗ്രഹമായി മാറുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ആകയാൽ ഈ പ്രഭാതത്തിൽ അതിനായി നമുക്ക് ഭാഗ്യം നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിനോട് അപേക്ഷിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിക്കുന്നു, കൃപ കൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.